ചാലക്കുടി നഗരസഭ വിവിധ ഘട്ടങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചവരും ഇപ്പോൾ കൈവശം വെച്ച് താമസിച്ചു വരുന്നവരുമായ 45 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകാൻ കൗൺസിൽ തീരുമാനിച്ചു. പതിറ്റാണ്ടുകളായി ഗാന്ധിനഗറിൽ താമസിക്കുന്ന 19, വെട്ടുകടവിലെ 19, ഉറുമ്പൻകുന്നിലെ 8 വീതം കുടുംബങ്ങൾക്കാണ് ഉടമസ്ഥാവകാശം നൽകാൻ തീരുമാനിച്ചത്. നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ ഉൾപ്പെടെ 24.5 കോടി രൂപയുടെ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. മാലിന്യ സംസ്കരണം, ഭവന നിർമ്മാണം, റോഡ് നവീകരണം, മോഡൽ റോഡുകളുടെ നിർമ്മാണം, നന്മ ലഹരി തുടർ പ്രവർത്തനങ്ങൾ, നഗര സൗന്ദര്യവൽക്കരണം, ടൗൺ ഹാൾ സൗകര്യം വർദ്ധിപ്പിക്കൽ, കലാഭവൻ മണി പാർക്ക് സൗകര്യമൊരുക്കൽ, അംഗൻവാടി കെട്ടിട നിർമ്മാണം, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, കർഷക ചന്ത, കമ്മ്യൂണിറ്റി ഹാളുകളുടെ നവീകരണം, ചാലക്കുടി ഫെസ്റ്റ്, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, പാലിയേറ്റീവ് പദ്ധതി, മാർക്കറ്റ് നവീകരണം, പോട്ട കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികളായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫുട്ബോൾ രംഗത്ത് ചാലക്കുടിയുടെ അഭിമാനമായിരുന്ന ദേശീയ താരവും ദേശീയ പരിശീലകരുമായിരുന്ന TK ചാത്തുണ്ണിയുടെ 1ാം ചരമവാർഷികം ചാലക്കുടിയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ വിപുലമായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ണുനീലി വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫുട്ബോൾ മത്സര പരിപാടികളിലും നഗരസഭാ കൗൺസിലിന്റെ സഹകരണം ഉറപ്പാക്കാനും തീരുമാനിച്ചു. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. VJ ജോജി, CS സുരേഷ്, ബിജു S ചിറയത്ത്, VO പൈലപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.